പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് നവജീവൻ്റെ ഈ സുവിശേഷം എല്ലാ ജനങ്ങളോടും പ്രസംഗിക്കുവിൻ എന്നുള്ളതത്രേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് യേശു നമ്മളെ പഠിപ്പിച്ചു, അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിച്ചു. മാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് ദൈവദൂതന്മാർ ഈ ഭൂമിയിൽ ഇറങ്ങി തടസ്സങ്ങൾ ഇരുന്നവരെ റിലീസ് ചെയ്തുകൊണ്ട് അവരും പറയുന്നത് എങ്ങനെയാണ്? നവജീവൻ്റെ ഈ സുവിശേഷം ദേവാലയത്തിൽ പോയി എല്ലാവരോടും പ്രസംഗിക്കുക. അപ്പോസ്തല പ്രവർത്തനത്തിൽ 5-ാം അധ്യായം അതിൽ 17 തൊട്ട് 20 വരെയുള്ള തിരുലിഖിതങ്ങൾ. അതിൽ 20-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവൻ്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. ഇതിനെക്കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കാൻ പോവുകയാണ്. അങ്ങനെ നവജീവൻ്റെ ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, പിതാവായ ദൈവം എല്ലാ മക്കളെയും തന്നിലേക്ക് വിളിക്കുകയാണ്, നിത്യജീവനിലേക്ക് വിളിക്കുകയാണ്, നിത്യജീവനായ യേശുക്രിസ്തുവിലേക്ക് വിളിക്കുകയാണ്. വിശുദ്ധ ലേഖനങ്ങളിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന ദൈവമക്കളോട് ദൈവത്തിൻ്റെ അതിരറ്റ സ്നേഹം എങ്ങനെ വ്യാപരിക്കുന്നു എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ എന്നെ പ്രത്യേകം ടച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രധാന വചനം ജെറമിയായുടെ പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ 9-ാമത്തെ തിരുലിഖിതമാണ്. ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ 31 വേഴ്സ് 9. കണ്ണീരോടെയാണ് അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും, അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. അവർ ഗാഡ് ഈസ് അവർ ഫാദർ, ഗാഡ് ഈസ് മൈ ഡാഡി, ഗാഡ് ഈസ് മൈ പപ്പ. എന്തെന്നാൽ ഞാൻ അവർക്ക് പിതാവിനെ പോലെയാണ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. ഹി ഈസ് മൈ ഡാഡ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അങ്ങനെ ദൈവം ഒരു വ്യക്തി വിളിക്കുമ്പോൾ ഒരു അപ്പൻ ഒരു മകനെ ഒരു മകളെ തൻ്റെ അരികിലേക്ക് വെൽക്കം ചെയ്യുന്ന പോലൊരു അനുഭവമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, വയനാട്ടിൽ നിന്ന് വേദനയോടെ ഒരു കുടുംബം ഒരുപാട് നാളുകളായി നരകിക്കുകയാണ്, സങ്കടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നവജീവൻ്റെ സുവിശേഷത്തിലേക്ക്, നിത്യജീവൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക്, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ഒരു സഹോദരി, ഒരു കസിൻ അല്ലെങ്കിൽ അടുത്തൊരാൾ പറഞ്ഞു, നമുക്ക് ആ മലയിൽ പോയി കർത്താവിൻ്റെ വചനം കേൾക്കാം. അപ്പോൾ ഈ വചനത്തിൽ ജെറമിയ 31:9 പോലെ ഞാൻ അവരെ ആശ്വസിപ്പിക്കും, ഞാൻ അവരെ കണ്ണുനീരൊപ്പം, ഞാൻ അവരെ കവിൾത്തടങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുമെന്ന പ്രവചനം പൂർത്തിയാകുന്ന വിധം ദൈവം ഇടപെട്ട ഒരനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഷിബിത. ഞാൻ വയനാട്ടിലെ തരിയോട് ഇടവകയിൽ നിന്നും വരുന്നു. എനിക്ക് മേല് മുഴുവൻ ചൊറിഞ്ഞു പൊട്ടുന്ന അസുഖമായിരുന്നു. 2.5 വർഷം സ്ഥിരമായ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം പോലും മരുന്നില്ലാതെ മുന്നോട്ട് പോകുവാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ദിവസം പോലും മരുന്നില്ല, ഡെയിലി മരുന്ന് അല്ലേ? ഡെയിലി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്ന് മരുന്ന് എടുക്കേണ്ട സ്ഥിതിയാണ്. എല്ലാം 2.5 വർഷം ഡെയിലി മരുന്നെടുത്ത് എല്ലാ മരുന്നുകളും മാറി മാറി കഴിച്ചുകൊണ്ടിരുന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ബ്ലഡിലൊന്നും ആയുർവേദം, ഇംഗ്ലീഷ് മരുന്ന്, ഹോമിയോ മരുന്ന് എല്ലാം 3-4 മാസം വെച്ച് ഡോക്ടർമാർ തരും, കഴിക്കും. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ബ്ലഡിലൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. രാത്രിയാവുമ്പോഴായിരുന്നു കൂടുതലായിട്ട് അനുഭവപ്പെടുക. പിന്നെ മുഖം ഒഴിച്ച്
മേല് മുഴുവൻ പാടായിരുന്നു. മാന്തി ഇത് ചൊറിഞ്ഞില്ലേ? തലയെല്ലാം ചൊറിഞ്ഞു പൊട്ടും. തലേനെ പോലും ഒഴിവാക്കിയില്ല. മൂക്കിലും ചെവിയിലും മുഖത്തും ഒക്കെ കോഴിപ്പേൻ അരിക്കുന്നത് പോലെയുള്ള അസ്വസ്ഥതയായിരുന്നു. ബഡ്സൊക്കെ ചെവിയിലിട്ട് രാത്രിയിലൊക്കെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു, ചെവി മുഴുവൻ. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ കൂടുതലായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെട്ട് പൊട്ടിക്കഴിയുമ്പം അതിനെ കഴിഞ്ഞും ഒരാശ്വാസമേകാനായിട്ട് കണ്ണി കാണുന്നതെല്ലാം എടുത്ത് മേല് മുഴുവൻ തേക്കുമായിരുന്നു. അങ്ങനെ പഴുത്ത കാന്താരിമുളക് വരെ പൊട്ടിച്ച് കാലേ കൂടെ തേച്ചുകൊണ്ടിരുന്നു. ചൊറിച്ചിൽ വന്നിട്ട് ഒരു ശമനം കിട്ടണ്ടേ? അതായത് മൂക്കിലും കൺപോളയിലും ചെവിയിലും തലയിലെല്ലാം തല പോലും മാന്തി പൊളിച്ച് കളഞ്ഞു, അതേമാതിരി ചൊറിച്ച്. എന്നിട്ട് പൊളിച്ച് കഴിയുമ്പം എന്നിട്ടൊരു ശമനം വരില്ല. അപ്പോൾ കാന്താരി തന്നെ എടുത്ത് നല്ല ഏറ്റവും നല്ല കാന്താരി നോക്കി എടുത്തിട്ട് അങ്ങോട്ട് അരച്ചിട്ട് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യും. നിങ്ങളൊക്കെ ഓരോന്ന് പേസ്റ്റ് ചെയ്യണ്ടല്ലോ, ഇവർ പേസ്റ്റ് ചെയ്യണത് ഇതാണ്. അങ്ങനെ സഹിക്കാൻ പറ്റാതായിരുന്നപ്പോഴാണ് എൻ്റെ അമ്മാവൻ്റെ മകൾ വിളിക്കുന്നത്. അങ്ങനെ ചേച്ചി പറഞ്ഞു എന്നോട്, അട്ടപ്പാടിയിൽ ഏകദിന ധ്യാനമുണ്ട് വട്ടായിലച്ചൻ്റെ, അവിടെ പോകാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദുഃഖ ശനിയാഴ്ച എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നു. അതോടെ കഴിഞ്ഞ ദുഃഖ ശനിയാഴ്ച അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചത് ദുഃഖ ശനിയാഴ്ച അല്ല, ഏകദിനം വെക്കണ്ടെന്ന് വിചാരിച്ച ദിവസമാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു അങ്ങനെയല്ല, ഒരാളാണെങ്കിൽ ഒരാൾക്ക് ഞാനാണ് കൊണ്ടുവരുന്നത്, അത് തമാശ കളിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞ പിന്നെ അതിന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും ചിന്തിക്കരുത്. ദുഃഖശനിയാണോ തിരുവോണമാണോ ക്രിസ്മസ് ആണോ ഒന്നും ചിന്തിക്കാൻ പാടില്ല. അപ്പം തന്നെ വെച്ചു. നമ്മൾ പറഞ്ഞു ദുഃഖശനിയാണെങ്കിൽ ദുഃഖശനി സംഗതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വയനാട്ടിൽ നിന്ന് ഈ മല വന്നു. ഈ മലയിൽ അപ്പോൾ വെള്ളിയാഴ്ചത്തെ മാത്രമല്ല ശനിയാഴ്ച മലയിലുണ്ട്. ഇതൊക്കെ ഒരു പറഞ്ഞിട്ട് ഇവിടെ ഒരു പാസ്സായി കഴിഞ്ഞാൽ മലയിലേക്ക് പോകാം. അങ്ങനെയാണ് അതിൻ്റെ രീതി. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ ഇവർ മലയിലേക്ക് ശനിയാഴ്ച വന്നു. എന്നിട്ട് അതോടൊപ്പം തന്നെ എൻ്റെ മൂത്ത മോന് ശ്വാസം മുട്ടായിരുന്നു, കുഞ്ഞിലേ തൊട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മൂക്കിക്കൂടെ ബ്ലഡ് വരുമായിരുന്നു. ടെസ്റ്റ് ചെയ്ത് കുഴപ്പമില്ലയെന്ന് പറഞ്ഞായിരുന്നെങ്കിലും കാണുമ്പോൾ ഒരു പേടിയായിരുന്നു. അങ്ങനെ എൻ്റെ മോനെയും കൂട്ടി ഞങ്ങളെയും കൂട്ടി ചേച്ചി ഇവിടെ വന്നു. അവിടെ മലമുകളിൽ വെച്ച് കൽക്കുരിശിൽ കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ അസുഖം മാറ്റിത്തരണമെന്ന്. യേശുവേ 2.5 വർഷമായി തലയെല്ലാം ചൊറിഞ്ഞ് മാന്തി പൊളിച്ച് വെച്ചിരിക്കുകയാണ്. ശരീരം മുഴുവൻ ഇതുപോലൊരു പൈശാചിക പീഡയാണെന്ന് പറഞ്ഞു. അതെങ്ങനെ കോഴിപ്പേൻ അരിക്കണ മാതിരി ഇങ്ങോട്ട് മുഖവും വായും മൂക്കും ചെവി. എന്നിട്ട് കൽക്കുരിശിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ അസുഖം മാറ്റിത്തരണമെന്ന്, ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്നും പ്രാർത്ഥിച്ചു. പിന്നെ അതിൻ്റെ ഫലമായിട്ട് വട്ടായിലച്ചൻ ഞങ്ങളെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. ദുഃഖശനിയാഴ്ച വന്ന അങ്ങനെ ഒരു ഗുണമുള്ളൂ, തിരക്കില്ലാതെ പ്രാർത്ഥിക്കാം. അന്ന് അധികം പേരുണ്ടായില്ല. അന്ന് വലിയ തിരക്കുണ്ടായിരുന്നില്ലല്ലോ, തിരക്ക് കുറവായിരുന്നു. അന്ന് ദുഃഖശനിയാഴ്ച ആകുമ്പോൾ ആളുകൾ വിചാരിക്കും ഇല്ല സാധനം ഇല്ലെന്ന് വിചാരിക്കും. പക്ഷേ ഇവർ ഈശോ നേരിട്ട് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർ വന്നു. വയനാട്ടിൽ നിന്ന് ഇവരുണ്ടോ ഇത് അന്വേഷിക്കില്ല, അവർ വയനാട്ടിൽ നിങ്ങൾ പോകുന്നു. ഇവിടെ ഈശോ നമുക്ക് നിർദ്ദേശം തന്നു, ഒരു കാരണവശാലും നിർത്തരുത്, ഞാനാ പറയണേന്ന് പറഞ്ഞു. നമ്മളതനുസരിച്ച് തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം എല്ലാവരോടും അസുഖം മാറി എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഉള്ളിലൊരു പേടിയായിരുന്നു, തിരിച്ചു വരുമോ എന്നുള്ളൊരു പേടി. കുറച്ച് നാളിന് കഴിഞ്ഞിട്ടും അസുഖമൊന്നും വന്നില്ല. അന്നേരം ഇനി ഈ ചെറിയ അസുഖത്തിന് വേണ്ടിയാണ് ഞാൻ എങ്ങനെ പോയി സാക്ഷ്യം പറയാന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ചെറുതായി അസുഖത്തിന്റെ കാഠിന്യം തന്നെ മറന്നുപോയിരുന്നു ഞാൻ. അതായത് ഈ 2.5 വർഷം ഇങ്ങനെ ഇത് ഭയങ്കര ഒരു ബാധ പോലെ വന്ന് അങ്ങനെ കാന്താരി പേസ്റ്റ് ചെയ്തുള്ള അവസ്ഥയ്ക്കുണ്ടല്ലോ, ഇതങ്ങ് അത്ര ഇത് മറവി ഏതോ കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായതുപോലെ അങ്ങ് മറന്നുപോയി. അതുപോലെ അങ്ങോട്ട് സൗഖ്യം കൊടുത്തു ഈശോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു തോന്നൽ സൗഖ്യമല്ല, ശരിക്കൊരു കംപ്ലീറ്റ് ഹീലിംഗ് ആണ് കൊടുത്തു. അപ്പോൾ ഈ സഹോദരി പറഞ്ഞ പറയാണ്, അത് പണ്ടത്തെ ചെറുത് അതുപോലെ ഹീലിങ്ങേ. എന്നിട്ട് അപ്പോൾ എന്താ പറഞ്ഞു, ഈ ചെറുതൊക്കെ ഇനി പോയി അവിടെ പോയി പറയണത് മോശമല്ലേന്ന് സഹോദരിക്ക് ഒരു നാണക്കേട് തോന്നുക. അല്ല നാണക്കേടല്ല, ഈ ചെറുതൊക്കെ ഇനി പോയി പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു വന്നു. അത് അപ്പോൾ ചെറുതെന്ന് പറഞ്ഞപ്പോൾ ശരി, അത് മറന്നുമില്ലേ, നീ ഇത്ര പെട്ടെന്ന് മറന്നുമില്ലേ, നിനക്ക് അതിൻ്റെ ഗുരുതരാവസ്ഥ നിങ്ങളെ മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒറ്റ ദിവസത്തേനെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് രാത്രി ഞാൻ ഒരു പോള കണ്ണ് അടച്ചിട്ടില്ല.
രൂപത്തിൻ്റെ മുമ്പിൽ പായിട്ടിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്ക് ഈ രോഗം മാറ്റി തന്നേ പറ്റുള്ളൂ, ഞാൻ തീർച്ചയായിട്ടും വന്ന് സാക്ഷ്യം പറഞ്ഞു കൊള്ളാമെന്ന് തന്നെ പ്രാർത്ഥിച്ചു. അന്ന് ഒരു പായും എടുത്ത് നേരെ ഈശോയുടെ രൂപത്തിൻ്റെ അടുത്തേക്ക് പോയി. നേരം വെളുപ്പോളം അവിടെ കരച്ചില് കരഞ്ഞു പറഞ്ഞു, ഇനി വേണ്ട, ഇതെനിക്ക് വേണ്ട, ഇത് ചെറുതല്ലേ, ഇത് ഗുരുതരമായ വിഷയമാണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച്. അപ്പം എന്നിട്ട് പറഞ്ഞു, എന്തായാലും ഞാൻ ഉറപ്പ് അട്ടപ്പാടി പോയി സാക്ഷ്യപ്പെടുത്തും അല്ലേ, സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി. ഇപ്പം എൻ്റെ ശരീരത്തിൽ ഒരു പാട് പോലും അവശേഷിക്കാതെ മാറി. ഒരിക്കലും വന്നിട്ടില്ല അല്ലേ? പിന്നെ ഇതുവരെ ഞാനൊരു മരുന്ന് പോലും കഴിച്ചിട്ടില്ല. അന്ന് ഇവിടെ വന്നു പോയതിന് ശേഷം ഇടയ്ക്കൊരു മുഷ്ക് ചിന്ത വന്നപ്പോൾ മാത്രം ഒരു ദിവസം സാമ്പിള് നീ ഒന്ന് പറഞ്ഞ് ഇങ്ങനൊക്കെ ആയിരുന്നു പണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരു ദിവസം വന്നു. അപ്പോഴേക്കും കുട്ടിക്ക് എൻ്റെ ഗൗരവം മനസ്സിലായി. കുട്ടിയും തിരിച്ചറിവുള്ള കുട്ടിയെ പെട്ടെന്ന് മനസ്സിലായി. കുട്ടി പറഞ്ഞു, വേണ്ട എല്ലാം പിൻവലിച്ചോളൂ, ഞാൻ ഡെഫിനറ്റായിട്ടും ഈ കാര്യം സാക്ഷ്യപ്പെടുത്തും എന്ന് പറഞ്ഞു. അന്ന് വിട്ടുപോയി. പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല. ക്ലിയർ, ഒരു കുഴപ്പമില്ല, സന്തോഷം, ഹാപ്പി. കുട്ടിയുടെ കാര്യം എന്തായി? എൻ്റെ കൊച്ചിന് ഇന്ന് വരെ ശ്വാസം മുട്ടും ഉണ്ടായിട്ടില്ല, മൂക്കിക്കൂടെ പിന്നീട് ബ്ലഡും വന്നിട്ടില്ല. ജനിച്ചപ്പോൾ തൊട്ടുള്ള ഇതാണ് അതികഠിനമായ ശ്വാസം മുട്ടല്. അന്ന് ദുഃഖശനിയാഴ്ച കൽക്കുരിശൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ യേശുവേ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവേ, ഈ കുരിശിൻ്റെ അടയാളത്തെ രോഗം അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പം തന്നെ പോയി. പിന്നെ ഇന്ന് വരെ, അന്ന് പോയതാ, ഇന്ന് വരെ അത് വന്നിട്ടില്ല. Praise the Lord. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം വേദനിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ, വേദനിക്കുന്ന ഒരു മകളുടെ കണ്ണുനീര് ദൈവം കണ്ട രീതി അവരുടെ അനുഭവത്തിലൂടെ അവർ നമ്മളോട് വെളിപ്പെടുത്തുകയാണ്. അതാണ് ജെറമ്യ 31:9. കണ്ണീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. സ്വരമരുത് പറഞ്ഞേ, ഹല്ലേലൂയ. ജെറമ്യയുടെ പുസ്തകം 31-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഹൃദയത്തിൻ്റെ ഒരു രോദനമാണ്, ഒരു കരച്ചിലാണ്. ആ പ്രാർത്ഥന എങ്ങനെയാണ്? എഫ്രായിം ഇങ്ങനെ വിലപിക്കുന്നത് ഞാൻ കേട്ടു, അങ്ങ് എന്നെ ശിക്ഷിച്ചു, നുകം വെക്കാത്ത കാളക്കുട്ടിക്കെന്ന പോലെ അവിടുന്ന് എനിക്ക് ശിക്ഷണം നൽകി. ഓ ദൈവമേ, എന്നെ തിരികെ കൊണ്ടുവരണമേ, മടങ്ങി വരാൻ എന്നെ ശക്തനാക്കണമേ. അവിടുന്നാണല്ലോ എൻ്റെ ദൈവമായ കർത്താവ്. എനിക്ക് വഴിതെറ്റിപ്പോയി, ഇപ്പോൾ ഞാൻ അനുതപിക്കുന്നു. തെറ്റ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ മാറത്തടിച്ച് കരഞ്ഞു, ഞാൻ ലജ്ജിച്ച് തല താഴ്ത്തി. യൗവനത്തിലെ അപമാനഭാരം ഞാനിപ്പോഴും വഹിക്കുന്നുവല്ലോ. ഒരാത്മാവ് ദൈവസന്നിധിയിൽ വേദനയോടെ കരയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു പക്ഷേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ അന്തരംഗത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇതുപോലെ പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുന്നുണ്ടാകാം. നമ്മുടെ നെടുവീർപ്പുകൾ അവിടുന്ന് പ്രാർത്ഥനകളായി പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നുണ്ടാകാം. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ദൈവത്തെ അവഗണിച്ച് നടന്നത്, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥനയില്ലാതെ നടന്നത്, നെകളത്തോടെ നടന്നത്, ദൈവവിചാരമില്ലാതെ ദൈവനിന്ദാപരമായി വ്യാപരിച്ചത്, ഇതെല്ലാം ദൈവസന്നിധിയിലുണ്ട്. അതിനുവേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ നമ്മുടെ നെടുവീർപ്പുകളും ഹൃദയത്തിൻ്റെ ഗദ്ഗതങ്ങളെല്ലാം പ്രാർത്ഥനകളായി സമർപ്പിക്കുന്നുണ്ടാകാം. അതാണ് ജെറമ്യ 31:18-19 തിരുലേഖനങ്ങൾ നമ്മൾ കാണുന്നത്. ഒരു ആത്മാവിൻ്റെ ഗദ്ഗതമാണ്, ഒരു ആത്മാവിൻ്റെ പ്രാർത്ഥനയാണ്, നിലവിളിയാണ്. അതിന് ദൈവം കൊടുക്കുന്ന ഉത്തരമാണ് കണ്ണുനീർ തുടച്ച്, കവിൾത്തടങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടച്ച് ആശ്വസിപ്പിച്ച് ദുഃഖമകറ്റി സ്വർഗീയ ആനന്ദം കൊണ്ട് നിറയ്ക്കുന്ന പിതാവിൻ്റെ ഇടപെടൽ. അതിനുശേഷം ദൈവത്തിൻ്റെ വചനം 31-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്. ജെറമ്യയുടെ പുസ്തകം 31:16, ബുക്ക് ഓഫ് ജെറമായ 31:16. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാണ് നവജീവൻ്റെ സുവിശേഷം. ഇതാണ് പിതാവായ ദൈവം യേശു ക്രിസ്തുവിലൂടെ ലോകത്തോട് പറയുന്നത്.
തകർന്നിരിക്കുന്ന ആത്മാവേ, അകന്നുപോയ അന്ധകാരത്തിൻ്റെ തടവറയിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മാവേ, എല്ലാ ആശ്വാസവും നഷ്ടപ്പെട്ട് മരുഭൂമിയിൽ അലയുന്ന ആത്മാവേ, നീ ഒരായുസ് മുഴുവനും ദൈവം നിൻ്റെ മേൽ ചൊരിഞ്ഞെല്ലാം നശിപ്പിച്ച് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിലും ഇതാ നവജീവൻ്റെ ഒരു സുവിശേഷം സ്വർഗത്തിൽ നിന്ന് യേശു ക്രിസ്തുവിലൂടെ ലോകത്തോട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. നീ മടങ്ങി വരിക, നീ പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരിക. കവിൾത്തടങ്ങളിൽ നിന്ന് കണ്ണുനീറൊപ്പി ആശ്വസിപ്പിക്കുന്ന പിതാവ്, ആശ്വസിപ്പിക്കുന്ന ദൈവം എൻ്റെയും നിങ്ങളുടെയും പിതാവാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 5-ാം അധ്യായം 17 തൊട്ട് 20 വരെ തിരുലിഖിതങ്ങൾ. അവിടെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട അപ്പോസ്തലന്മാരെക്കുറിച്ചും അതിനുശേഷം ദൈവദൂതന്മാർ എങ്ങനെ ഈ അപ്പോസ്തലന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുന്നു എന്നതിനെക്കുറിച്ചും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 17-20. എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സദുക്കായ വിഭാഗവും അസൂയ നിറഞ്ഞ് അപ്പോസ്തലന്മാരെ പിടിച്ച് ബന്ധിച്ചു, പൊതു കാരാഗൃഹത്തിൽ അടച്ചു. രാത്രി കർത്താവിൻ്റെ ദൂതൻ കാരാഗൃഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവൻ്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും, വിശുദ്ധരോടും പാപികളോടും, താല്പര്യമുള്ളവരോടും താല്പര്യമില്ലാത്തവരോടും, വിശ്വസിക്കുന്നവരോടും അവിശ്വസിക്കുന്നവരോടും, നിങ്ങൾ എല്ലാ ജനങ്ങളോടും നവജീവൻ്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. ഇതാണ് സ്വർഗത്തിൻ്റെ ആഗ്രഹം. അതാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് സ്ലീഹന്മാരെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവരെ ദൗത്യമേൽപ്പിച്ച് വീണ്ടും അയക്കുന്നത്. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നവജീവൻ്റെ സുവിശേഷമാണ്. തകർന്നിരിക്കുന്ന ആത്മാവേ, തകർന്നിരിക്കുന്ന ആത്മാവേ, ഇത് നവജീവൻ്റെ സുവിശേഷമാണ്. ഈ വചനം ഒരു കുറച്ച് നേരം കേട്ട് കഴിയുമ്പോൾ, ഈ വചനത്തിൻ്റെ മുമ്പിൽ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ, ഒരുപക്ഷെ ഒരു ആയുസ് മുഴുവൻ നശിപ്പിച്ചത് തിരിച്ചു തരാൻ ആ സെക്കൻഡുകളിൽ, ആ മിനിറ്റുകളിൽ സർവശക്തനായ ദൈവത്തിന് കഴിയും എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, 32 വർഷക്കാലം വിശ്വാസമോ പ്രാർത്ഥനയോ ഒന്നും ഇല്ലാതെ അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അകന്നു പോയ ഒരു ആത്മാവ് ഒരു അല്പനേരം വചനത്തിന് മുമ്പിൽ ഇരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന ട്രമൻഡസ് ചേഞ്ച്. അദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Friends, my name is Joy Thomas. Actually, I am a Roman Catholic. But I never went to church, never taken Holy Communion, never repented on my sin. Till 32 years. Now I am 33 years. Till 32 years I never went to church. My father and mother used to say, go to church at least in Easter or Christmas. And that too if I reach in Mass of Easter and Christmas very late. Even the Holy Communion would have been given to each and every member. Last year, that is on April 2014, I have suffered with tremendous pain in my both the legs, and my feet were swollen. Because of which, what I felt, I am not attached to the God. My mother told me that there is a convention happening in Bangalore by Ceylon, Abhisheka Agni. Father Xavier Khan Vatail is there. You go and meet him. Definitely your life will be superb. Very nice. The last day somehow I made it to this convention. I have laid on that side, left side of the convention. The last prayer, which for the what do you say? Healing prayer. Healing prayer. That healing prayer, I felt tremendous pain in my legs. And after the prayer ends, I felt my pains are gone. My legs are free. I was able to make 2-3 steps at least that day. And with that,
I have walked to with one person's help. Otherwise, it was two persons' help. I used to go to toilet also. One person help. I have reached to Vatal Achan, father, and he blessed me and he told, your disease will be totally cured. Finally, you have to come back to us to say Saksham. സാക്ഷ്യം, ടെസ്റ്റിമണിയാ. Testimony. I'm basically a Malayali, but I'm born and brought up in throughout India. You can say I know a lot of languages, mix of languages. So thereafter I start going to church, start taking Holy Communion. Then this year I have repented on my sins, and henceforth I'll do the same every time. Every day. And I miss any Sunday's mass, I will compensate by going to Infant Jesus Church Thursday, and I'll pray there and attend the mass. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അപ്പസ്തല പ്രവർത്തനത്തിൽ 5-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം, നവജീവന്റെ ഈ സുവിശേഷം ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും പ്രസംഗിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സുവിശേഷം നവജീവന്റെ സുവിശേഷമാണ്. തകർന്നിരിക്കുന്ന ആത്മാവിനെ ജീവന്റെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന സുവിശേഷമാണ്. ഇദ്ദേഹത്തിൻ്റെ അനുഭവം നിങ്ങളൊക്കെ, ഈ മകൻ പറഞ്ഞത് ഇങ്ങനെയാണ്, 32 വർഷം താല്പര്യമില്ല, വിശ്വാസം, പ്രാർത്ഥന, ദൈവം, കുർബാന, കുമ്പസാരം, അറ്റ്ലീസ്റ്റ് ഫോർ ഈസ്റ്റർ ആൻഡ് ക്രിസ്മസ്, നോ, ഒരു ക്രിസ്മസിന് ദിവസം പോലും കുർബാനയ്ക്ക് പോകാൻ തോന്നുന്നില്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ദൈവം നഷ്ടപ്പെട്ടൊരു മകനായിരുന്നു, ദൈവം നഷ്ടപ്പെട്ടൊരു ജീവിതമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നെടുവീർപ്പ്, അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ വേദന പരിശുദ്ധാത്മാവ് പിതാവിൻ്റെ സന്നിധി സമർപ്പിച്ചു. അദ്ദേഹം ഒരു അല്പനേരം ഒരു കൺവെൻഷൻ്റെ അവസാന ദിവസത്തെ അവസാന മണിക്കൂറിൻ്റെ ഒരു അല്പനേരം ഹി ഹാപ്പൻ ടു ബി ദർ. താല്പര്യത്തോടല്ല, അങ്ങനെ ഒരു പക്ഷെ അങ്ങനെ വന്നു. പക്ഷെ ആ സമയം കർത്താവ് ടച്ച് ചെയ്തു. അത് ഈശോയുടെ ഒരു പ്രോമിസ് അനുസരിച്ചാണ്. ജീസസ് gave us so many promises. The most important promise which Jesus gave to us, Gospel according to St. John chapter 6, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 37 തൊട്ട് 40 വരെ തിരുലിഖിതങ്ങൾ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറഞ്ഞങ്ങനെയാണ്, എനിക്ക് പിതാവ് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ, ഈ 32 വർഷം ഒരിക്കലും പള്ളിയിൽ പോകാതെ, ഒരിക്കലും വിശ്വാസമോ പ്രാർത്ഥനയില്ലാതെ ആ നടന്നൊരു മകൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. ഈശോ പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരിക്കലും ഞാൻ തള്ളിക്കളയുകയില്ല. രണ്ടാമതായി ഈശോ പറയാണ്, ഞാൻ അവന് നിത്യജീവൻ നൽകും. ഒരു 3 കാര്യങ്ങൾ ഈ വചനഭാഗങ്ങളിൽ ഈശോ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഒന്നാമത്തത്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരിക്കലും ഞാൻ തള്ളിക്കളയുകയില്ല. രണ്ടാമത്തത്, അടുത്ത വാക്യത്തിൽ 38-39 വാക്യങ്ങളിൽ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. ഒന്ന് ചെതി പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഈശോ വെളിപ്പെടുത്തുകയാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും, ഏത് അവസ്ഥയിലായിക്കൊള്ളട്ടെ. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മകനെ മകൾ, ഒരുപക്ഷെ നീ ഇതുവരെ പള്ളിയിൽ പോകാത്ത ഒരാളായിരിക്കാം, നീ ഇതുവരെ പ്രാർത്ഥിക്കാത്ത ഒരാളായിരിക്കാം, ഇതുവരെ മാമോദിസം മുങ്ങാത്ത ഒരാളായിരിക്കാം, ഇതുവരെ വിശ്വാസമില്ലാത്ത ഒരാളായിരിക്കാം, ഒരു യുക്തിവാദിയായിരിക്കാം, ഒരു നിരീശ്വര ചിന്തക്കാരനായിരിക്കാം, ഒരു ഇതിനൊക്കെ വെറുപ്പ് തോന്നുന്ന ഒരാളായിരിക്കാം, ആയിക്കോട്ടെ. പക്ഷെ ഇപ്പോൾ കർത്താവ് നിന്നെ തൊട്ട് പറയുകയാണ്, എൻ്റെ അരികിൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വചനം കേൾക്കാൻ ഇട വന്നത്? ഓൺലി വൺ റീസൺ, എൻ്റെ പിതാവ് എനിക്ക് തന്ന എൻ്റെ പ്രിയപ്പെട്ട മകനാണ് നീ. ഇതാണ് ഈശോയ്ക്ക് പറയാനുള്ളത്. എൻ്റെ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും.
എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാൾ ഞാൻ തള്ളിക്കളയുകയില്ല. എന്നിട്ട് അടുത്തത് എന്നെ ടച്ച് ചെയ്തൊരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് ഐ ഹൂ പ്രിസർവ് ഹിം. അവനെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്ന ഞാനാണ്. അവൻ നഷ്ടപ്പെടാതെ അവനെ അന്ത്യദിനത്തിന് പുനരുദ്ധാനത്തിൽ ഉയർപ്പിച്ച് പിതാവിൻ്റെ അടുത്ത് നിർത്താൻ വേണ്ടി അധ്വാനിക്കുന്നത് യേശുവാണ്. അതാണ് യേശു ക്രിസ്തുവിലുള്ള പിതാവിൻ്റെ ഇഷ്ടം. എൻ്റെ ഈശോ എന്നെ പ്രിസർവ് ചെയ്യും. എൻ്റെ ഈശോ എന്നെ തള്ളിക്കളയില്ല. എൻ്റെ ഈശോ എനിക്ക് നിത്യജീവൻ തരും. എൻ്റെ ഈശോ എന്നെ പ്രിസർവ് ചെയ്യും. എനിക്ക് തന്ന നിത്യജീവൻ ഈ ലോകത്തിലെ ജീവിതത്തിൽ പല അപ്സ് ആൻഡ് ഡൗൺസിലൂടെ കടന്നു പോകുമ്പോൾ, പ്രാർത്ഥനയില്ലാതെയും വിശ്വാസത്തിലൂടെ കടന്നു പോയാലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിലേക്ക് തിരിച്ചു വരാനും അനുതപിക്കാനും പൊട്ടിക്കരയാനും എൻ്റെ നിത്യജീവൻ പ്രിസർവ് ചെയ്യാനും എൻ്റെ ഈശോ തന്നെ എനിക്ക് വേണ്ടി മുൻകൈ എടുക്കും. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ നിങ്ങളുടെ നിത്യജീവനെ വലുതായി കാണുന്ന ഈശോ മുൻകൈ എടുത്തതുകൊണ്ടാണ് മകനെ, ആണ് മകളെ ഇപ്പോൾ ഈ വചനം കേൾക്കാൻ ഇട വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, തുടർന്ന് വരുന്ന വചനത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാം തിരുലിഖിതം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മുടെ ഹൃദയത്തെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ ശക്തമായ സ്നേഹം വലയം ചെയ്യാൻ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകമെമ്പാടുമുള്ള കർത്താവിന് സഭയോട് ചേർന്ന്, സ്വർഗവാസികളോട് വിശുദ്ധരോട് ചേർന്ന് ഈ സമയം നമുക്ക് 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Glory, 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 glory. ജനതകളകിലും ഉണരട്ടെ, Yes, Lord. യേശുവിനായി അണിചേരട്ടെ. Yes, Lord. ക്രിസ്തുവിൻ സഭയുടെ ഉപ്പായി മാറാൻ ആത്മാവിനാൽ ഉറക്കൂട്ടണമേ. കരങ്ങളടിച്ച് ജനതകളകിലും ഉണരട്ടെ, യേശുവിനായി അണിചേരട്ടെ. ക്രിസ്തുവിൻ സഭയുടെ ഉപ്പായി മാറാൻ ആത്മാവിനാൽ ഉറക്കൂട്ടണമേ. ആത്മാവേ അഗ്നിയിറക്കണമേ, വചനത്തിൽ തീക്കണലാ വീണ്ടും ജ്വലിപ്പിക്കണേ. എല്ലാവരും കൈകളടിച്ച് ആത്മാവേ Holy Spirit. അഗ്നിയിറക്കണമേ, വചനത്തിൽ തീക്കണലാ വീണ്ടും ജ്വലിപ്പിക്കണേ. വളരെ വലിയ അഭിഷേകങ്ങൾ ഇന്നിപ്പോൾ കുടുംബങ്ങളിലേക്ക് സ്വർഗത്തിൽ നിന്ന് വർഷിക്കപ്പെടുകയാണ്. മകനെ, മകളെ, ഒരായുസ് മുഴുവൻ ദൈവത്തെ നഷ്ടപ്പെട്ട വേദനയോടെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ സമൂഹത്തോട് ചേരുക, കൈയടിച്ച് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുന്നു. ആദിമസഭയിൽ നിറഞ്ഞതുപോ ഇന്നീ സഭയിൽ നിറയണമേ. ശിലാഹൃദയങ്ങൾ നീക്കണമേ, മാംസള ഹൃദയങ്ങൾ നൽകണമേ. ആദിമസഭയിൽ നിറഞ്ഞതുപോ ഇന്നീ സഭയിൽ നിറയണമേ. ശിലാഹൃദയങ്ങൾ നീക്കണമേ, മാംസള ഹൃദയങ്ങൾ നൽകണമേ. കൈ ഉയർത്തി കൈയടിച്ച് ആത്മാവേ അഗ്നിയിറക്കണമേ, വചനത്തിൽ തീക്കണലാ വീണ്ടും ജ്വലിപ്പിക്കണേ. ആത്മാവേ അഗ്നിയിറക്കണമേ, വചനത്തിൽ തീക്കണലാ വീണ്ടും ജ്വലിപ്പിക്കണേ. ഈ സമയം 2 കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ഉച്ചത്തിൽ സ്തുതിക്കുക. പരിശുദ്ധ കുർബാന ഉയർത്തി ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കും. കുടുംബങ്ങളിൽ തളർന്നിരിക്കുന്നവർ, അനേക നാളുകളെ പാപബന്ധനങ്ങളിൽ ആത്മാവ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്നവർ, വലിയ തരത്തിൽ അന്ധകാര സ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവർ, ചീത്ത കൂട്ടുകെട്ടുകൾ മുഴുകി പ്രാർത്ഥിക്കാൻ പറ്റാതെ നിർജീവമായ അവസ്ഥയിലായിരിക്കുന്നവർ, ഇപ്പോൾ കരങ്ങൾ ഉയർത്തുക, ഈശോയിലേക്ക് നോക്കുക. മക്കളെ, നിത്യജീവന്റെ കർത്താവിനെ ഇപ്പോൾ ഉച്ചത്തിൽ വിളിക്കുന്നു.